വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദിനംതോറും നമ്മെ കാണുകയും നമ്മുടെ പ്രവൃത്തികളെ വീക്ഷിക്കുകയും ചെയ്യുന്നവർ നമ്മെക്കുറിച്ച് എന്തു പറയും? നല്ല ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുമോ? എലിശ പ്രവാചകനെക്കുറിച്ച് ശൂനേമിലെ ധനികയായ ഒരു സ്ത്രീയുടെ സാക്ഷ്യം 2 രാജാക്കന്മാർ 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഉണ്ട്. നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. എ ഹോളി മാൻ ഓഫ് ഗോഡ്, വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. സമൂഹത്തിൽ വിവിധ തുറകളിൽ ഉൾപ്പെട്ടവർ എലീശയെക്കുറിച്ച് സാക്ഷ്യം നൽകിയിട്ടുണ്ട്. എലീശയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവർ നമ്മെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്തായിരിക്കും എന്ന് ഈ പ്രഭാതത്തിൽ പരിശോധിക്കാം. 1. എലീശയ്ക്ക് ലഭിച്ച ഒന്നാമത്തെ സാക്ഷ്യം പ്രവാചക ശിഷ്യന്മാരിൽ നിന്ന്. 2 രാജാക്കന്മാർ 2:15. പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിൻ്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു. ഏലിയാവിനോട് കൂടെ നടന്ന് യോർദാൻ കര വരെ ചെന്ന എലീശയോട് മടങ്ങിപ്പോകുവാൻ പറഞ്ഞിട്ടും കൂടെ ചെല്ലുന്ന എലീശ അവസാന നിമിഷം വരെയും തൻ്റെ യജമാനോട് കൂടെ നടന്ന് തനിക്ക് ലഭിച്ച ഏലിയാവിൻ്റെ പുതപ്പ് കൊണ്ട് യോർദാനിലെ വെള്ളത്തിന്മേൽ അടിക്കുമ്പോൾ യോർദാൻ 2ആയി പിരിഞ്ഞു. ഉണങ്ങിയ നിലത്തുകൂടി ഇക്കരെ വന്നു. എലീശയെ കണ്ട് പ്രവാചക ശിഷ്യന്മാർ പറയുന്നത്, ഏലിയാവിലുണ്ടായിരുന്ന ദൈവാത്മാവ് ഇവനിലും ഉണ്ട്. കൂട്ടുവേലക്കാരായ 50 പേർ നൽകിയ സാക്ഷ്യം, അതായത് സഹപ്രവർത്തകർ നൽകുന്ന സാക്ഷ്യം. ഏലിയാവിൽ ദൈവാത്മാവ് അധിവസിപ്പാനുള്ള കാരണം അവസാന നിമിഷം വരെയും ഏലിയാവിനോട് ചേർന്ന് നടന്നു എന്നുള്ളതാണ്. ദൈവാത്മാവ് നമ്മിൽ വസിക്കണമെങ്കിൽ അവസാന ശ്വാസം പോകുന്നതുവരെയും ദൈവത്തോട് ചേർന്ന് നടക്കണം. നാം ആയിരിക്കുന്ന സാഹചര്യത്തിലും നാം ഏർപ്പെടുന്ന വേലകളിലും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി കർത്താവിനോട് ചേർന്ന് നടക്കണം. കൂട്ടുകാരോടുകൂടി നടക്കുമ്പോൾ കൂട്ടുകാരിൽ ഒരുവനായി തീരുവാനല്ലേ നാം ശ്രദ്ധിക്കുന്നത്. കൂട്ടുകാരോടുകൂടി ചേർന്ന് അവർ കാണിക്കുന്ന എല്ലാറ്റിലും പങ്കുചേരുന്ന സ്വഭാവം നമുക്ക് ഉണ്ട്. മറ്റുള്ളവരിൽ നിന്ന് നാം വ്യത്യസ്തരായിരിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 1 പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പിന്നെ എന്തു ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അതിൻ പ്രകാരം നടക്കണം. അപ്പോഴാണ് നാം മറ്റുള്ളവരിൽ വ്യത്യസ്തരാകുന്നത്. അപ്പോൾ കൂടെയുള്ളവർ പറയും, ഇവനിൽ ദൈവാത്മാവ് വസിക്കുന്നു എന്ന്. 2. എലീശയ്ക്ക് ലഭിച്ച രണ്ടാമത്തെ സാക്ഷ്യം യഹൂദയിലെ രാജാവായ യെഹോശാഫാത്തിൽ നിന്ന്. 2 രാജാക്കന്മാർ 3:11-12 വാക്യങ്ങൾ. അവരുടെ പക്കൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ട്. യഹോവയുടെ അരുളപ്പാടുള്ളവൻ എലീശയെക്കുറിച്ച് രാജഭൃത്യൻ പറയുന്നത്, ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച ശാഫാത്തിൻ്റെ മകൻ എലീശ എന്ന. രാജഭൃത്യനെ സംബന്ധിച്ചിടത്തോളം എലീശ ഏലിയാവിൻ്റെ വേലക്കാരനാണ്. എന്നാൽ യഹൂദ രാജാവിനെ സംബന്ധിച്ചിടത്തോളം എലീശ യഹോവയുടെ അരുളപ്പാട് ഉള്ള പ്രവാചകനാണ്. രാജാവ് പറയുന്നത്, he is a true prophet, the word of God is with him. ഏലിയാവിൻ്റെ പ്രവാചക ശുശ്രൂഷയിൽ എലീശ ഒരു വിശ്വസ്തദാസനായി എപ്പോഴും കൂടി ഉണ്ടായിരുന്നു. ഒരു വിശ്വസ്തദാസൻ എന്ന നിലയിൽ എലീശയുടെ വിശ്വസ്തതയെ രാജാവ് മനസ്സിലാക്കിയിരുന്നു. വിശ്വസ്തനായവനിൽ ദൈവിക അരുളപ്പാടുണ്ടായിരിക്കും. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ സാക്ഷ്യം രാജാവ് നൽകിയത്. നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മെ പ്രസിദ്ധരാക്കുന്നത് നമ്മുടെ വിശ്വസ്തയോടുകൂടിയ അധ്വാനം ഒന്ന് മാത്രമാണ്. നമ്മൾ എത്രമാത്രം വിശ്വസ്തതയുണ്ട് എന്ന് പരിശോധിക്കുമോ? 3. എലീശയ്ക്ക് ലഭിച്ച മൂന്നാമത്തെ സാക്ഷ്യം ഒരു അന്യദേശക്കാരിയിൽ നിന്ന്. 2 രാജാക്കന്മാർ 4:9. ശൂനേമിലെ ധനികയായ സ്ത്രീയുടെ സാക്ഷ്യം, നമ്മുടെ വഴിയായി കൂടെ പോകുന്ന ഈ ആൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണ്. എലീശയുടെ വഴിയാത്രയിൽ പലരും എലീശയെ നിരീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. പല ദിവസങ്ങളിലെ നിരീക്ഷണത്തിന് ശേഷമാണ് ഇയാൾ വിശുദ്ധനായ ദൈവപുരുഷൻ എന്ന് ശൂനേമിലെ സ്ത്രീ സാക്ഷിക്കുന്നത്. എലീശ ഒരു പ്രവാചകൻ എന്ന് അവൾ അറിഞ്ഞിരുന്നില്ല.
അതുകൊണ്ടാണല്ലോ ഇയാൾ എന്ന് സംബോധന ചെയ്യുന്നത്. തൻ്റെ ഭവനത്തിൽ വരണമെന്നുള്ള നിർബന്ധമാണ് എലീശയെ ആ ഭവനത്തിലേക്ക് നയിച്ചത്. പിന്നെ ആ വഴി പോകുമ്പോഴൊക്കെ ഒരു അതിഥിയായി ആ ഭവനത്തിൽ ചെല്ലുമായിരുന്നു. അതിഥിയുടെ മര്യാദയായ ഇടപെടൽ, നോട്ടം, പ്രവൃത്തി, ദൈവത്തോടുള്ള ഭയം, ഇതെല്ലാം സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചതിന് ശേഷമുള്ള പ്രതികരണമാണ് വിശുദ്ധനായ ദൈവപുരുഷൻ എന്നത്. ഒരു ഭവനത്തിൽ കൂടെ കൂടെ ചെല്ലുമ്പോൾ നമ്മെക്കുറിച്ച് ആ ഭവനക്കാരുടെ സാക്ഷ്യം എന്തായിരിക്കും? അടുപ്പിച്ച് 2 തവണ ചെന്നാൽ വീണ്ടും ചെല്ലുമ്പോൾ ലഭിക്കുന്ന സ്വീകരണം തീർത്തും തണുത്തതായിരിക്കും, അല്ലേ? ജീവിത വിശുദ്ധി പാലിക്കുന്നവർക്ക് മാത്രമേ നല്ല സാക്ഷ്യം ലഭിക്കൂ. കർത്താവേ, ഞാൻ എന്തായിരിക്കുന്നു എന്നതിൽ ഉപരി എന്നെ കാണുന്നവർ എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിപ്പാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.